ബോബിയച്ച, തിയോഫിനച്ചനെ പറ്റി എന്താണ് പറയാനുള്ളത്? ഇപ്പോൾ തിയോഫിനച്ചൻ്റെ ധന്യം പ്രഖ്യാപനം നടക്കുന്ന വേദിയാണ്. അപ്പോൾ തിയോഫിനച്ചനെ പറ്റി ഒരു 2 വാക്ക്. നമ്മൾ പണ്ടൊക്കെ ഇങ്ങനെ വിശുദ്ധന്മാരുടെയൊക്കെ പേരുകൾ നമ്മൾ വായിക്കുമല്ലോ അല്ലേ? പക്ഷേ ഞങ്ങളുടെയൊക്കെ ചെറിയ പ്രായത്തിൽ വിശുദ്ധന്മാരുടെ പേരുകൾ നമുക്ക് മനസ്സിലാകുന്ന ഈ വണക്കവാസ പ്രാർത്ഥന കാത്തുനിന്നാണ്. അപ്പം അതിനകത്ത് ഏതോ ഒരു ദേശത്ത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇസ്പാനിയ എന്നൊരു ദേശത്ത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു പേരുകൾ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നച്ച്. അപ്പോൾ ഒരിക്കൽ വേറൊരു ദേശത്ത് നമുക്ക് അത്ര പരിചയമില്ലാത്ത ചില നാമങ്ങളിൽ അറിയപ്പെട്ടിരുന്ന വ്യക്തികൾ ഈ നമുക്കിടയിൽ നിന്ന് രൂപപ്പെടുന്നു പറയുന്നതിൻ്റെ ഒരു സന്തോഷമുണ്ട് ശരിക്കും. ഇനി വേണമെങ്കിൽ നാളെ മറ്റന്നാൾ ഇങ്ങനെ പറഞ്ഞു തുടങ്ങാൻ പറ്റും. പൊന്നൂരിൽ നിന്നൊരു ദേശത്ത് തിയോഫിൻ എന്ന് പറഞ്ഞൊരു ഫ്രാൻസിസ്കൻ സഹോദരനുണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരു രീതിയിൽ നമുക്ക് എത്താവുന്നൊരു ദൂരം, സഞ്ചരിക്കാവുന്ന ഒരു അകലമൊക്കെ ആയിട്ട് പുണ്യവാന്മാർ മാറുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടാണ്. തിയോഫൻ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എപ്പിഫനി ഓഫ് ഇങ്ങനെ ദൈവത്തിൻ്റെ വെളിപ്പെടുത്തൽ എന്ന് പറയുന്നത്. അദ്ദേഹം മരിച്ചിട്ടിപ്പോൾ 68 അദ്ദേഹം മരിക്കുന്നത്. ഇത്രയും വർഷങ്ങളായിട്ട് ഇവിടെ അന്ന് രാത്രിയിൽ ഒരു തിരി കത്തിച്ചിട്ട് പോയതാണ്. ഇത്തിരി ആലങ്കാരികമായിട്ട് പറഞ്ഞാൽ പോലും അത് കുറച്ച് ഫാക്റ്റ് കൂടിയാണ്. അതിനുശേഷം ഇവിടെ തിരുനാളങ്ങൾ അണഞ്ഞിട്ടില്ലെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു നമ്മൾ പറയാറുണ്ട് വോയിസ് ഓഫ് പീപ്പിൾ, വോയിസ് ഓഫ് ഗോഡ് എന്ന് പറയുന്ന സംഭവമുണ്ട്. അസൽ ഇത് ജനങ്ങൾ തന്നെ ഇങ്ങനെ വിശുദ്ധനായിട്ട് കണ്ടെത്തിയ ഒരു ആളെ ഔദ്യോഗിക സഭ അല്ലെങ്കിൽ സഭയുടെ ഔദ്യോഗിക ഭാഷ്യം ലഭിച്ചു തുടങ്ങുന്നതിൻ്റെ ഒരു പ്രാഥമിക ഘട്ടമാണത്. അപ്പോൾ അത് ഈ മനുഷ്യരുടെ ആഗ്രഹങ്ങൾക്കും താല്പര്യങ്ങൾക്കും മീതെ ദൈവത്തിൻ്റെ ഒരു വൗച്ചിങ്ങോ സിഗ്നേച്ചർ എന്നൊക്കെ പറയുന്നൊരു സംഭവം. കൂടുതൽ എന്തെങ്കിലും അച്ഛന് പറയാനോ കൂട്ടിച്ചേർക്കാൻ? ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു നാമകരണ നടപടികളുടെയൊക്കെ ആരംഭഘട്ടത്തിൽ വന്നൊരച്ഛൻ്റെ കൂടെ വന്ന ആളാണ് പ്രസാദ് എന്ന് പറഞ്ഞ അച്ഛനായിരുന്നു ഈ ഒരു രീതിയിൽ കാര്യങ്ങൾ ആരംഭിച്ചത്. അതാണ് മനുഷ്യസ്നേഹം എന്ന് പറഞ്ഞ മാസിക ആരംഭിച്ചത്. പക്ഷേ തിയോഫിനച്ചനെ കുറച്ച് മറ്റിടങ്ങളിലൊക്കെ അറിയപ്പെടാനായിട്ട് കാരണമായ മാസിക അതായിരുന്നു. അപ്പോൾ കുറച്ച് കാലമായിട്ട് ആ മാസികയൊക്കെ ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. എന്നും ഈ സമാധിക്കരിയിലിരുന്ന ഒരാളെന്ന നിലയിൽ നമ്മൾ ഓരോ ദിവസവും ഓരോ കഥ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അവരുടെ കഥയിലോട്ട് എങ്ങനെയാണ് തിയോഫിനച്ചൻ്റെ ഒരു ഇടപെടലെന്നൊക്കെ ആയിട്ട്.